അമ്മ കളിയാക്കൊന്നും വേണ്ട. അമ്മയുടെ കാര്യങ്ങൾ എന്തെങ്കിലും നോക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ ഇതുവരെ? എന്തെങ്കിലും ചോദിച്ചു വന്നാ പറയും അതൊക്കെ പത്മിനി നോക്കിക്കോളും, നീ ഇടപെടണ്ടെന്നല്ലേ. അതും കേൾക്കണം, കുറ്റം പറയുന്നതും കേൾക്കണമെന്ന് പറയുന്നത് കുറച്ച് കഷ്ടാണമ്മേ. ഇതിന്റെ പേരിൽ ഇനി പരിഭവം പറച്ചിലൊന്നും വേണ്ട. അമ്മയുടെ കാര്യങ്ങൾ ഞാൻ സന്തോഷത്തോടെയാ ചെയ്യുന്നേ. അതങ്ങനെ തന്നെ അങ്ങ് പൊയ്ക്കോട്ടെ. അമ്മേ, ഞാനേ വേറൊരു കാര്യം ചോദിക്കാനാ വന്നേ. എന്ത്? എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. വരുണും പ്രിയങ്ക എന്നാ അങ്ങോട്ട് വിരുന്നിന് ചെല്ലുന്നെന്ന് ചോദിച്ചിട്ട്. അങ്ങനൊരു ചടങ്ങുണ്ടല്ലോ, ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ പോവാന്നുള്ളത്. ആര് പോകുന്നത്? വരുൺ അവളെയും കൂട്ടി പോകുന്നു എനിക്ക് തോന്നുന്നില്ല കൽപ്പന. അവര് ചെല്ലുവെന്ന ആ ആഗ്രഹവും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണ്ടെന്ന് വീട്ടുകാരോട് പറഞ്ഞേക്ക്. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ മനസ്സിൽ തോന്നിയത് പറഞ്ഞേ ഉള്ളൂ. അല്ല, ബന്ധുക്കളുടെ വീട്ടിലേക്ക് വേണ്ട. ഇപ്പൊ കല്യാണം കഴിഞ്ഞ കുട്ടികളല്ലേ, അവര് ഒന്നിച്ചൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടോ? തൊട്ടടുത്ത കടയിലേക്കെങ്കിലും. അത് പിന്നെ ഇവിടെ ഓരോ പ്രശ്നങ്ങൾ നടക്കല്ലേ ഉർവശി. അമ്മ അങ്ങനെ പറഞ്ഞ് കുറച്ച് കാണിക്കൊന്നും വേണ്ട. അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞോ നിങ്ങൾ വിശ്വസിക്കത്തുമില്ല. പക്ഷേ അല്പം ബുദ്ധിയോടെ ചിന്തിച്ചാ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞിട്ട് ചെയ്തു എന്ന് വേണ്ട. അവര് ഒരുമിച്ച് എവിടെയെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ എന്റെ വീട്ടിലൊന്ന് പോവാൻ പറയണം. അല്ലെങ്കിൽ എനിക്കത് കുറച്ചില്ല. എടുത്തി, ഞാൻ കാര്യമായിട്ട് പറയാം. അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിച്ച നേരത്തെ പരിഹരിക്കാം. വളർന്ന് വലുതായിട്ട് വെട്ടാൻ നിന്നിട്ട് ഒരു കാര്യമില്ല. അവര് പറയുന്നതിലും കാര്യമില്ലേ അമ്മ? ബന്ധുക്കൾ പലരും വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഞാൻ അവനോട് എങ്ങനെ പറയുമെന്ന് കരുതിയിട്ടാ. നമുക്ക് നോക്കാം. അവളെയും കൊണ്ട് പുറത്തു പോവാൻ ഞാൻ പറയാം. എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അവൻ പറയട്ടെ. എല്ലാം നേരെ ചൊവ്വയായി കണ്ടാ മതിയായിരുന്നു. ഒരു വീഴ്ച കാണാൻ കാത്തിരിക്കുക കൽപ്പന ഉർവശിയൊക്കെ. കണ്ണുരുട്ടി നോക്കാൻ അവരുണ്ടെന്ന് കരുതി നമ്മൾ തലകുനിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. പിള്ളേരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. വരുൺ എന്താ ഒന്നും മിണ്ടാത്തത്? എല്ലാവരും കൂടി നമ്മളെ കറങ്ങാൻ വിട്ടതാ. കൊല്ലാൻ വിട്ടതാണെന്ന് പറയുന്നാവൂ എളുപ്പം. നിന്റെ കൂടെയുള്ള ഓരോ നിമിഷവും എനിക്ക് അങ്ങനെ തന്നെയാണ്. നമ്മൾ തമ്മിൽ മാന്യമായ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. ഞാനത് തെറ്റിച്ചിട്ടില്ല. പിന്നെന്തിനാ എന്നോട് ദേഷ്യം കാണിക്കുന്ന? അതോ മനസ്സിൽ മറ്റവളുള്ളതുകൊണ്ടാണോ? അവളോട് സ്നേഹക്കൂടുതൽ കാണിക്കാൻ വേണ്ടി എന്നോട് ശത്രുത കാണിക്കണമല്ലോ. ഒന്നും മിണ്ടായിരിക്കാവോ? അതെ, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നരകത്തിലേക്ക്. ദേഷ്യം വരുമ്പോ വരുണിനെ കാണാൻ നല്ല രസമാ. എന്തെങ്കിലും ഒരിക്കൽ വരുണിന്റെ മനസ്സ് കീഴടക്കിയ ആളെ ഞാൻ കണ്ടുപിടിക്കും. എന്നിട്ട് ചെന്ന് കാണുകയും ചെയ്യും. അപ്പോഴേ എന്റെ മനസ്സിലെ സംശയം ശരിക്കും തീരും. എന്ത് സംശയങ്ങളാ നിനക്ക്? അല്ല, എന്റെ ജീവിതത്തെ കുറിച്ച് നീ സംശയിക്കേണ്ട കാര്യം എന്താ? വെറുതെ എന്നോട് ദേഷ്യപ്പെടാൻ നിൽക്കരുത്. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ താലി കിട്ടിയ പെണ്ണാ ഞാൻ. താലി കിട്ടിയ നിന്നെയാ? വിവാഹ മണ്ഡപത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ നീ അങ്ങ് മറന്നുപോയോ? ഇനി നീ ആരാ എന്റെ ജീവിതത്തില്? അധികാര അവകാശം പറഞ്ഞ് എന്നെ ചോദ്യം ചെയ്യാൻ വന്നോണ്ടല്ലോ. നോക്ക്, കൂടുതൽ എന്നെ ഭീഷണിപ്പെടുത്താനൊന്നും ശ്രമിക്കണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇറങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചാലേ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. അപ്പൊ കാര്യങ്ങള് പ്രിയങ്ക വിചാരിക്കുന്നിടത്ത് നിൽക്കും. ഇനി വാ തുറന്ന് നിന്നെ ഞാൻ ചവിട്ടി വെളിയിലിടും. എന്നാ അതെനിക്കൊന്ന് കാണണമല്ലോ. വണ്ടി നിർത്ത്. വണ്ടി നിർത്താനാ പറഞ്ഞത്.
വണ്ടി നിർത്താനാ പറഞ്ഞത്. എങ്ങോട്ടേ പോകുന്നേ? നിർത്താൻ പറഞ്ഞില്ലേ? സ്റ്റീറിംഗ് പിടിക്കില്ല. വണ്ടി നിർത്താൻ. നീ എന്തി കാണിക്കുന്നേ? വണ്ടി നിർത്താനല്ലേ പറഞ്ഞേ? കൈയെടുക്കാൻ.